ഈ വാർത്തകളെ കുറിച്ച് വന്നാണ് ഈ ചിത്രത്തിന്റെ ഈ നിഴല് കണ്ട് ഈ ചിത്രം വിലയിരുത്തുന്നതുകൊണ്ടാണ് യുദ്ധം സംബന്ധിച്ച് ഞാൻ ഈ പുള്ളി ഇത് ഇദ്ദേഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇദ്ദേഹം പറയുന്നുണ്ട്, ടോം കൂപ്പർ പറയുന്ന ഒരു കാര്യം, പുള്ളി വർഷങ്ങളായിട്ട് യുദ്ധം വിലയിരുത്തുന്നുണ്ട്. യുദ്ധത്തിൽ വരുന്ന വാർത്തയിൽ 10% മാത്രമാണ് യഥാർത്ഥ അവസാനം വരാറുള്ളത്. ഇപ്പോൾ 2-3 ദിവസം ആയപ്പോഴേ തന്നെ ഇന്ത്യയുടെ വ്യക്തമായ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ എന്തായിരുന്നു, പിന്നെ പാകിസ്ഥാൻകാർക്ക് ഇതൊക്കെ ആഹ്ലാദിക്കും. അവർ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയേക്കാൾ മേളിൽ. അതിന്റെ കാരണം തന്നെ അവർക്ക് പ്രത്യേകിച്ച് ആഘോഷിക്കാനൊന്നും വേണ്ട. ഇത് അതിജീവിച്ചല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പാനിക് കാണുമ്പോൾ തന്നെ അറിയാം. അവർ ഇങ്ങോട്ട് ആദ്യം സീസ്ഫയറിന് ആവശ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, ഈ ലീക്കേജ് ഉണ്ടായെന്നൊക്കെ തെറ്റായ ഇതാണോ ഈ അമേരിക്കയ്ക്ക് കൊടുത്തതെന്ന് അറിയത്തില്ല. ഈ വാൻസ് മോദിയെ വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, നമുക്കറിയില്ല. അപ്പോൾ അതൊരു വിഷയം, ഇവിടെ ഞങ്ങളുടെ ന്യൂക്ലിയർ അതുകൊണ്ട് നിർത്താൻ പറ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാം. ഇവർക്ക് ആകെ ഇതേ ഉള്ളായിരുന്നു, ഇന്ത്യ അടിച്ചു എന്തെങ്കിലും തിരിച്ചടിക്കണം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിന്റ് ഇനി മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവർ അടി കൂടുതൽ വാങ്ങിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടവൻ്റെ ആഹാരം ഉടനെ വിളിച്ച് ലോകത്തുള്ള മുഴുവൻ ഉറുമ്പിനും പൂച്ചയ്ക്കും പട്ടിക്കും എല്ലാം താങ്ക് യു പറയുകയാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി. എല്ലാവർക്കും താങ്ക് യു. ട്രംപിനും പറഞ്ഞു. ട്രംപിന് നമ്മൾ താങ്ക് യു പറഞ്ഞില്ല, ഉള്ളത് പറയണമല്ലോ. നമ്മൾ പറഞ്ഞ അമേരിക്ക സംസാരിച്ചിരുന്നു, പക്ഷെ അവരുമായിട്ട് വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ അങ്ങനെയാണ്. രാജ്യങ്ങളെല്ലാം പറയുമല്ലോ, പലരും പറയുന്നുണ്ടല്ലോ. മാർപ്പാപ്പ പറയുന്നില്ലയോ ഇത് നിർത്തണം, പീസാണ് വേണ്ടത്, പറയാൻ ഭയങ്കര എളുപ്പമാണല്ലോ അവർക്ക്. പക്ഷെ നമ്മൾ പറഞ്ഞില്ല. പക്ഷെ ട്രംപിന് അങ്ങ് ഭയങ്കരമായി നന്ദി പറയായിരുന്നു ഷബാസ് ഷരീഫ്. ചേട്ടൻ പറഞ്ഞു കൊടുത്താണ് നവാസ് ഷരീഫ്, ഇടേ നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഭയങ്കര വ്യത്യാസം വരും, സ്കോർ ഒരുപാട് കൂടി വരും. ഇതിപ്പോൾ ഒന്നാമത് തന്നെ ഡെബിലിറ്റേറ്റഡ് ആണ് നമ്മുടെ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ. ഇവൻ അടിക്കുന്നതിനൊന്നും ഇത് ചെയ്യുന്നില്ല. ഒറ്റ കാര്യമെന്നല്ല, ആ കോജ അഹമ്മദോ കോജ മാത്രമേ എനിക്ക് ഓർമ്മ വരുള്ളൂ, ഡിഫൻസ് മിനിസ്റ്റർ. പുള്ളി പറഞ്ഞില്ല, ഞങ്ങൾ ഈ ഡ്രോൺസും മിസൈലും ഒക്കെ അടിക്കാതിരുന്നതിൻ്റെ കാരണം ഈ നമ്മുടെ എയർ ഡിഫൻസിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നറിയാൻ അവരറിയാതിരിക്കുകയാണ്. ഇവന്റെ എയർ ഡിഫൻസ് ആണ് അടിച്ചിട്ടിരിക്കുന്നത് മുഴുവൻ. ഈ പറയുന്ന റഡാർ സിസ്റ്റം തൊട്ട് HQ തൊട്ട് ഇതെല്ലാം എയർ ഡിഫൻസ് ആണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ അത് കള്ളമാണെന്നറിയാമല്ലോ. ടെല്ലിങ് ലൈക്ക് അത് ഈ പടം നിങ്ങൾ കണ്ടുപോകും. ഇതേപോലെയാണ് വന്ന വാർത്തകളെല്ലാം. ഈ ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്നു, പക്ഷെ തറയെ നോക്കുന്നത് തൂങ്ങിച്ചാവുകയാണെന്നാണ് തോന്നുന്നത്. നാട്ടിൽ ഇങ്ങനെ തൂങ്ങിച്ചാവുകയാണെന്ന് കണ്ടുകൊണ്ടാണ് ആഘോഷം മുഴുവൻ. യഥാർത്ഥത്തിൽ സംഗതി ഇത്രയേ ഉള്ളൂ. ഇത് യുദ്ധവാർത്തകളെ സംബന്ധിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ യുദ്ധവാർത്ത ഇങ്ങനെ ആവുന്നതിനൊന്നും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. എല്ലാ യുദ്ധവാർത്തകളും ഇങ്ങനെയാണ്. ഇവിടുത്തെ ചാനലുകാരെയോ മാധ്യമങ്ങളിൽ നിന്ന് നിങ്ങൾ പഴിച്ചിട്ട് നിങ്ങളങ്ങ് നല്ല പിള്ള ചവയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ഇതിങ്ങനെയാണ് യുദ്ധ സമയത്ത്, സിംഗിളി ലൈക്ക് ദാറ്റ്. പക്ഷേ കുറെ കഴിയുമ്പോൾ സൂര്യൻ തെളിയും, കാര്യങ്ങൾ കാണും, അപ്പോൾ മനസ്സിലാവും വാട്ട് ഈസ് വാട്ട്, ഹു ഈസ് ഹു എന്ന് മനസ്സിലാവും.